ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാം ക്യാൻ ഡു എ വർക്ക് ഇൻ 15 days ഇഫ് മോഹൻ വർക്ക്സ് 50% faster than Ram, then in how many days will they be able to do the work if they work together? അപ്പോ അവിടെ പറയുന്നത് രാമിന് ആ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 15 ദിവസം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഹന് രാമിനേക്കാൾ ഒരു 50% ഫാസ്റ്റ് ആണ് വർക്കിൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എഫിഷ്യൻസിയുടെ റേഷ്യോ എടുക്കാണ്. ഓക്കെ, രാമും അതുപോലെ തന്നെ മോഹനും എഫിഷ്യൻസിയുടെ റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം രാം എന്ന് പറയുന്നത് ഒരു എക്സ് ആണ് നമ്മൾ എഫിഷ്യൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻ എന്താണ് ഒരു 50% ഫാസ്റ്റർ ആണ്. ദാറ്റ് മീൻസ് ഒരു 1.5x ആയിരിക്കും അല്ലെ, 1.5x ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ 2x ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും 3x ആയിരിക്കും. ഓക്കെ, അപ്പൊ റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് എഫിഷ്യൻസി റേഷ്യോ എക്സ് ഒഴിവാക്കിയിട്ട് 2:3 എന്ന് പറയാൻ പറ്റും റേഷ്യോ എടുക്കുന്ന സമയത്ത്. ഓക്കെ, നമുക്കറിയാം എഫിഷ്യൻസിയുടെ നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആയിരിക്കും. ഓക്കെ, അപ്പൊ രാമിന്റെ ടൈം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 15 days ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഹന്റെ ടൈം എന്ന് പറയുന്നത് 10 days ആയിരിക്കും. 3ക്ക് അനുപാതമായിട്ട് വരുന്നത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ 2ന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടാവും എത്രയായിരിക്കും, 10 തന്നെ ആയിരിക്കും. രാമു 15 ദിവസം കൊണ്ട് ആ ഒരു വർക്ക് തീർക്കും. അതുപോലെ തന്നെ മോഹനാണെങ്കിൽ 10 ദിവസം കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അവർ രണ്ടുപേരും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ AB ഡിവൈഡഡ് ബൈ A plus B ആണ്. ദാറ്റ് മീൻസ് 15 into 10 ഡിവൈഡഡ് ബൈ 15 plus 10 ആണ്. ദാറ്റ് മീൻസ് 15 into 10 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 150 ആണ്. ഡിവൈഡഡ് ബൈ 15 plus 10 25 ആണ്. ഓക്കെ, 150 ഡിവൈഡഡ് ബൈ 25 അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് 5 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 30 വന്നു, ഇവിടെ 5 വന്നു. 30 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 6 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. ഇഫ് 15% ഓഫ് 2x plus 3y നോക്കാം. 15% ഓഫ് 2x plus 3y is equal to 25% of 4x minus 3y. അങ്ങനെയാണെങ്കിൽ what is x is to y? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു 100ഉം ഈ ഒരു 100ഉം ആദ്യം തന്നെ ക്യാൻസൽ ചെയ്യാം. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 വന്നു. ഇവിടെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എത്ര വന്നു, 5 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 into 2 6x plus 9y is equal to 20x minus 15y. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു -15y എങ്ങോട്ടേക്ക് കൊണ്ടുവരാ, ഓൾമോസ്റ്റ് 24y is equal to 14x എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x by y is equal to 24 divided by 14. that means 12 divided by 7 ആയിരിക്കും, അല്ലെങ്കിൽ 12:7 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അജയ് ബോട്ട് 2 tables for ₹5,400. അപ്പൊ അജയ് എന്താണ്, 2 ടേബിൾ വാങ്ങാണ്. ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ് 5400 എന്ന് പറയുന്നത്. ടോട്ടൽ അജയിന് ചെലവായ തുകയാണ് 5400 എന്ന് പറയുന്നത്. ഹി സോൾഡ് വൺ അറ്റ് എ ലോസ് ഓഫ് 5% ആൻഡ് അതർ അറ്റ് എ ഗെയിൻ ഓഫ് 7%. ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് ഇൻ ദ ഹോൾ ട്രാൻസാക്ഷൻ, then what are the cost of 2 table? അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റത്തെ പ്രൈസ് x ആണെന്ന് വിചാരിച്ച കോസ്റ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രൈസ് എത്രയായിരിക്കും, 5400 മൈനസ് x ആയിരിക്കും. ഫസ്റ്റത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, 5% ലോസിന് വിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് x into 95 divided by 100 plus 5400 മൈനസ് x into രണ്ടാമത്തെ 7% ഗെയിൻ ആണ്. ദാറ്റ് മീൻസ് 107 divided by 100 is equal to എത്ര വരുന്നത്, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. ദാറ്റ് മീൻസ് 5400. അതിന് രണ്ടിനും കൂടി പൈസ കൂട്ടിയാൽ തന്നെ നമ്മൾ ആ കോസ്റ്റ് പ്രൈസ് എത്രയാണോ ചെലവായത്, അദ്ദേഹത്തിന് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് എത്രയാണോ ചെലവായത് ആ രൂപ തന്നെ ഇത് രണ്ടും വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 5400 തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരാം, 95x plus 5400 minus x into 107 is equal to 5400. ഈ ഒരു 100 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ല, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 100 ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ 95x plus 5400 into 107 minus 107x is equal to
540000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 95 നിന്ന് 100 കുറക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ടാൽ മതി. ദാറ്റ് മീൻസ് -12x ആണ്. -12x is equal to ഓൾമോസ്റ്റ് 54000 -5400 into 107. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -12x is equal to, ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ 5400 പുറത്തെടുക്കുകയാണ്. 5400 പുറത്തെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് എത്ര വരാം, 100 ആണല്ലേ. ഈ ഒരു ടേമിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ ഒരു വലിയ ടേം കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈനസ്, ഇവിടെ 5400 പുറത്തെടുക്കുന്ന സമയത്ത് ബാക്കി 107 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ -12x is equal to 5400 into -a ഇവിടെ വരാം. അപ്പൊ ഈ ഒരു മൈനസും ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ ഒരു 12നെ കട്ട് ചെയ്യാൻ 2 കൊണ്ട്, അപ്പൊ 6x വന്നു. ഇവിടെ അങ്ങനെയാണെങ്കിൽ എത്ര വരും, ഇവിടെ 54ന്റെ പകുതി എന്ന് പറയുന്നത് 27 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 3 കൊണ്ട് കട്ട് ചെയ്യാം. 3 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2x ആണ്, ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 9 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും 2x is equal to 900 into 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2x is equal to 900 into 7. 9 into 7 എന്ന് പറയുന്നത് 63 ആണ്. ബാക്കി ഒരു 2 0 കൂടി ഇട്ട് കൊടുക്കുക. x is equal to 6300 divided by 2. That means 3150 ആയിരിക്കും x ന്റെ വാല്യൂ. ഓക്കെ, x ന്റെ വാല്യൂ 3150, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു പ്രൊഡക്റ്റ് 5% വിറ്റത് ഓൾമോസ്റ്റ് 5% ലോസിന് വിറ്റാൽ പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് 3150 ആണെന്ന് നമുക്ക് ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും. ആ രീതിയിൽ ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സം ഓഫ് 3200 ഈസ് ഇൻവെസ്റ്റഡ് ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 5% per annum. Find the amount received after 2 years 6 months. 2 years 6 months എന്ന് പറഞ്ഞാൽ 2.5 year ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ലേ. 2 വർഷവും അതുപോലെ തന്നെ 6 മാസവും തന്നെ 2.5 വർഷമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, അവിടെ എമൗണ്ട് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് എമൗണ്ട് ഇസ് ഈക്വൽ ടു നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. പലിശ മാത്രം ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ആൻസറിൽ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്, എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം, PNR ഡിവൈഡ് ബൈ 100 ആണ്. ദാറ്റ് മീൻസ് P into n number of years 2.5 ആണ്, into R എന്ന് പറയുന്നത് 5 ആണ്, ഡിവൈഡഡ് ബൈ 100. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 2 0 നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കട്ട് ചെയ്യാം. നെക്സ്റ്റ് നോക്കാം, 32 into 5 എന്ന് പറയുന്നത് എത്രയാണ്, 32 into 5 160 ആണ്, into 2.5, അല്ലാന്നുണ്ടെങ്കിൽ 16 into, ഇവിടെ 2.5 ആണ്, 16 into 25 എന്ന് പറയാൻ പറ്റും. ഓക്കെ, 4 into 25 എത്രയാണ്, 100 ആണ്. 16 into 25 400 വരും. ഓക്കെ, നമ്മുടെ ഇൻട്രസ്റ്റ് I മാത്രമാണ് ഇവിടെ എന്ത്, I മാത്രമാണ് 400. പ്രിൻസിപ്പൽ എമൗണ്ട് 3200 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 3600 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള 400 ആൻസർ മാർക്ക് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫിഗർ ഫൈൻഡ് ദി ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD when AC is equal to 4 cm. അപ്പൊ AC യുടെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് എത്രയാണ്, 4 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കാണാന്നുള്ളതാണ്. ഞാൻ 2 ട്രയാങ്കിൾ ആക്കി കൺസിഡർ ചെയ്യാണ്. ഒന്ന് ട്രയാങ്കിൾ ABC ആണ്, രണ്ടാമത്തെ ട്രയാങ്കിൾ ADC ആണ്. ഇതിന്റെ രണ്ടിന്റെ കൂടി ഏരിയ കൂട്ടിയാൽ തന്നെ എന്തായി, ആ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്ന് പറയുന്നതാണ് ഹാഫ് BH ആണ്. ദാറ്റ് മീൻസ് ഹാഫ് ബേസ് എത്രയാണ്, 4 ആണ് അല്ലെ, 4 ആണ്, ഇൻറ്റു ഹൈറ്റ് 1.8 ആണ്. ഓക്കെ, നെക്സ്റ്റ് ട്രയാങ്കിൾ ADCയുടെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, ജസ്റ്റ് നോക്കിക്കോ, ഹാഫ് ഇൻറ്റു അവിടെയും ബേസ് എന്താണ് 4 തന്നെയാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 2.2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വന്നു, ഇവിടെ 2 വന്നു. അപ്പൊ 2 into 1.8 36ന്റെ 2 into 1.8 അല്ലെ, 2 into 18 എന്ന് പറയുന്നത് 36 ആണ്. അപ്പൊ ഒരു പോയിന്റ് മാറ്റി കൊടുക്കുക, 3.6 വരും. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ 2 into 2.2 എന്ന് പറയുമ്പോൾ 4.4 ആണ്. 3.6 plus 4.4 എന്ന് പറയുമ്പോൾ 8 cm² ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്ത്, 2 ട്രയാങ്കിളിന്റെ ഏരിയയും കൂടി ജസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് ആ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ, ബോൾ ഏരിയ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 coins are tossed together. What is the probability of getting at most 1 tail? Maximum 1 tail. അതായത് 2 tail വരാൻ പാടില്ല, മാക്സിമം ഒരു tail 1 tail കുഴപ്പമില്ല. അതാണല്ലോ അറ്റ്മോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് നോക്കാം, ഒരു 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, ഹെഡ് വരാം അല്ലെ, ഹെഡ് വരാം. ഓക്കെ, നെക്സ്റ്റ് ഏത് വരാം, ഹെഡ് ടെയിൽ വരാം, നെക്സ്റ്റ് ടെയില് ഹെഡ് വരാം, നെക്സ്റ്റ് ടെയില് വരാം. അങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ 2 ടെയിൽ വരാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 1 2 3 ടോട്ടൽ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ടോട്ടൽ സാമ്പിൾ സ്പേസ് 4 എന്നാണ്. അതിൽ നിന്ന് നമുക്ക് 2 ടെയിൽ വരാത്ത എത്രയാണ്, 3 എണ്ണാണ്. ദാറ്റ് മീൻസ് 3/4 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. Next question, the perimeter of a triangle whose sides are 18 cm, 10 cm
ഈസ് 42 സെന്റിമീറ്റർ. ഇപ്പൊ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 18 സെന്റിമീറ്റർ ആണ്, അടുത്ത സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അതിന്റെ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 42 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 28 ആണ്. 42ൽ നിന്ന് 28 മൈനസ് ചെയ്താൽ ബാക്കി 14 ആണ് ഈ ഒരു സൈഡ് എന്ത് ചെയ്യാം വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമുക്ക് ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കാം അല്ലെ, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പൊ ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് പെരിമീറ്റർ ഡിവൈഡ് ബൈ 2 ആണ്. ഇവിടെ പെരിമീറ്റർ 42 ആണ്, ഡിവൈഡ് ബൈ 2 ദാറ്റ് മീൻസ് 21 ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, ഹെറോൺസ് ഫോർമുല എസ് ഇൻറ്റു 21 ഇൻറ്റു എസ് മൈനസ് എ. 21 മൈനസ് എ എന്ന് പറയുമ്പോൾ ഓരോ എയും ബിയും സിയും ഓരോ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. 21 മൈനസ് 18 എന്ന് പറയുമ്പോൾ 3 ആണ്, ഇൻറ്റു എസ് മൈനസ് ബി ദാറ്റ് മീൻസ് 11 ആണ്, ഇൻറ്റു എസ് മൈനസ് സി അല്ലെ, മൂന്നാമത്തെ സൈഡ് 14 ആണ് കിട്ടിയത്. അപ്പൊ അവിടെ ചെയ്യുന്ന സമയത്ത് 7 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറയാണ്, ഇവിടെ ഞാൻ ഈ ഒരു 21 ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യാണ്. 21 ഞാൻ 7 ഇൻറ്റു 3 എന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ, ഇൻറ്റു 3 ഇൻറ്റു 11 ഇൻറ്റു 7. ഓക്കെ, ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, ദാറ്റ് മീൻസ് അതിൽ നിന്ന് ഒരു 3 ഞാൻ പുറത്തേക്ക് എടുക്കാണ്. അതുപോലെ തന്നെ 7 ഇൻറ്റു 7 സ്ക്വയർ ഉണ്ട്, അതിൽ നിന്ന് ഒരു 7 ഞാൻ പുറത്തേക്ക് എടുക്കാണ്. ബാക്കി 11 ഒറ്റയ്ക്കേ ഉള്ളൂ. 11 നമ്മൾ റൂട്ടിന്റെ ഉള്ളിൽ തന്നെ നിർത്തുകയാണ്. 7 ഇൻറ്റു 3 21 ആണ്. 21 റൂട്ട് 11 ആയിരിക്കും എന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹16,000 അല്ലെങ്കിൽ 16,000 at 20% per annum for 9 months compounded quarterly. ഓക്കെ, ഇവിടെ 20% per annum ആണ്. അപ്പൊ കോമ്പൗണ്ടഡ് ക്വാർട്ടേർലി ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, 20 ഡിവൈഡ് ബൈ 4 ദാറ്റ് മീൻസ് 5% per ക്വാർട്ടർലി പീരീഡിൽ. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 3 മാസത്തെ പീരീഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോമ്പൗണ്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നോക്കാം, 16,000 ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 100 അല്ലെ. ക്വാർട്ടർലി 9 മനസ്സിലാണ്. അപ്പൊ എത്ര ക്വാർട്ടർലി ഉണ്ടാവും? 3 അല്ലെ. അപ്പൊ ഓൾമോസ്റ്റ് 3 ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കോമ്പൗണ്ട് ചെയ്യണം. 105 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 105 ഡിവൈഡ് ബൈ 100. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ നമുക്ക് ചെറുതാക്കാം, സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ആക്കാം. ഓക്കെ, 21 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 21 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 20. ഈ ഒരു 0 ഞാൻ വെട്ടി, ഈ ഒരു 0യും വെട്ടി, ഈ ഒരു 0 വെട്ടി. താഴത്ത് ഞാൻ 3 0 വെട്ടി, മുകളിൽ നിന്ന് അതേപോലെ ഞാൻ 3 zeros വെട്ടാണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. അപ്പോൾ 16 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് 21 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 2 ആണ്. അപ്പൊ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കാം. യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു 1 2 ആണ്. ഓക്കെ, 2 ഇൻറ്റു 1 2 ആണ്. 2 ഇൻറ്റു 1 2 തന്നെയാണ്. 2 ഇൻറ്റു 1 2 തന്നെയാണ്. അപ്പൊ ഇവിടെ ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 2 ആണ് വരിക. ഈവൻ നമുക്ക് ഈ ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? എമൗണ്ട് ആണ് കിട്ടുക അല്ലെ, എമൗണ്ട് ആണ് കിട്ടുക. അതിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 16,000 ലാസ്റ്റ് 0 ആണ്. ദാറ്റ് മീൻസ് എമൗണ്ടിന്റെ ലാസ്റ്റ് ഏത് നമ്പർ ആണോ അതേ നമ്പർ തന്നെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ടിന്റെ ലാസ്റ്റും ഉണ്ടാവുക. ആ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ 0 ആയതുകൊണ്ടാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2522 ആയിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, തന്നെയാണ് ആൻസർ വരുന്നത് എന്നുള്ളത്. ഇപ്പൊ എക്സാം സിനാരിയോയിൽ ഇങ്ങനെയുള്ള ഐഡിയാസ് മെയിൻ ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ കുറെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ വേഗം ചെയ്യാനുള്ള സമയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ദി ആവറേജ് മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് അനിൽ ഫോർ 4 months ഓഫ് എ ഇയർ വാസ് ₹6,000. അപ്പോ അനിലിന്റെ ഫസ്റ്റ് 4 months, ഒരു ഇയർ കൺസിഡർ ചെയ്യുക. അതിൽ ആദ്യത്തെ 4 മാസം അനിലിന്റെ ആവറേജ് മന്ത്ലി എക്സ്പെൻഡിച്ചർ, ടോട്ടൽ അല്ല, ആവറേജ് മന്ത്ലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6,000 ആണ്. ആൻഡ് ഫോർ ദി നെക്സ്റ്റ് 8 months ഇറ്റ് വാസ് 8,200. അതുപോലെ തന്നെ അടുത്തൊരു 8 months, ഒരു ഇയർ എന്ന് പറയുമ്പോൾ 12 month ആണ്. ആദ്യത്തെ 4 മാസത്തിന് അവിടെ ആവറേജ് 6,000 ആണ്. അടുത്തൊരു 8 മാസത്തെ ആവറേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8,200 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷത്തിന്റെ അവസാനം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, he saved 12,400 ഡ്യൂറിംഗ് ദ ഇയർ. അത് ആവറേജ് അല്ല കേട്ടോ, അത് ടോട്ടൽ എമൗണ്ട് ആണ്. അദ്ദേഹം 12,400 ആ ഒരു വർഷം സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഹിസ് ആവറേജ് മന്ത്ലി ഇൻകം ഡ്യൂറിംഗ് ദ ഇയർ. അദ്ദേഹത്തിന്റെ ആവറേജ് മന്ത്ലി ഇൻകം, ആ ഒരു വർഷത്തെ അദ്ദേഹത്തിന്റെ ആവറേജ് മന്ത്ലി ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ 6,000 അദ്ദേഹം എത്ര മാസത്തെ അദ്ദേഹത്തിന്റെ ആവറേജ് എക്സ്പെൻഡിച്ചർ ആണ്? 4 മാസത്തെയാണ്. അദ്ദേഹത്തിന്റെ ബാക്കി 8 മാസത്തെ ആവറേജ് എക്സ്പെൻഡിച്ചർ ആണ് ഓൾമോസ്റ്റ് 8,200 എന്ന് പറയുന്നത്. പ്ലസ് 12,400 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കാരണം ഇത് നമുക്ക് ഈ മുകളിലുള്ളത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ അദ്ദേഹത്തിന്റെ ആ ഒരു വർഷത്തെ ഇൻകം കിട്ടും. ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ ആവറേജ് ഇൻകം ചെയ്യും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 × 4 24 ആണ്. 24 00 പ്ലസ് 82 × 8. ഓക്കെ, അപ്പൊ 82 × 8 അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 164 × 4 എന്ന് പറയാൻ പറ്റും. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 328 × 2 എന്ന് പറയാം.
ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 82 into 8 ആണ്. 82 into 8 എത്രയാ വരുന്നത് നോക്കാം. 16 1 ഇവിടെ 64 65 656 ആണ്. ബാക്കി 2 സീറോസും കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, പ്ലസ് 12 400 ഓക്കെ ആണല്ലോ. ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ 12 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം. 65600 അതുപോലെ തന്നെ 24000 അതുപോലെ തന്നെ 12400 അങ്ങനെയാണെങ്കിൽ 0 0 ഇവിടെ 10 0 വന്നു. ഓക്കെ, ഇവിടെ 6ഉം 10ഉം 12 ഓക്കെ 1 വന്നു. 7 8 9 10 ഓക്കെ. ഇപ്പോ 1,02,000 ആണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം വരുന്നത്. ഡിവൈഡഡ് ബൈ 12 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് 8,500 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഓപ്ഷൻ 2 8,500 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. A and B can do a work in 45 days and 40 days respectively. ഇപ്പൊ എയും ബിയും, ഇപ്പൊ എക്ക് 45 days ഒരു വർക്ക് തീർക്കാൻ വേണ്ടിട്ട് എടുക്കും, ബിക്ക് ആണെങ്കിൽ 40 days. They started working together but A left after some days. ഇപ്പൊ എന്ത് ചെയ്യാണ്, രണ്ടുപേരും ഒരുമിച്ച് വർക്കൊക്കെ തുടങ്ങാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എ ലീവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, A left after some days and B alone completed the remaining work in 23 days. ബാക്കിയുള്ള വർക്ക് എന്ത് ചെയ്യാണ്, ബി 23 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഡിഡ് എ ലീവ്, അതായത് എയും ബിയും കൂടി സ്പെസിഫിക് ഡേയ്സ് വർക്ക് ചെയ്തു അല്ലെ, ആ ഒരു വർക്ക് ചെയ്ത നമ്പർ ഓഫ് ഡേയ്സ് എത്രയാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഞാനിവിടെ കാണുന്നത് LCM മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, 45ന്റെയും അതുപോലെ തന്നെ 40ന്റെയും LCM ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് 360 എനിക്ക് എടുക്കാലോ. അങ്ങനെയാണെങ്കിൽ 360 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക് എന്ന് ഞാൻ കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം ഇൻ വൺ ഡേ എത്ര വർക്ക് ചെയ്യും, 360 ഡിവൈഡഡ് ബൈ 45 ആണ്. ഓക്കെ, 360 ഡിവൈഡ് ബൈ 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. അങ്ങനെയാണെങ്കിൽ 360 ഡിവൈഡ് ബൈ 45 ഓൾമോസ്റ്റ് 8 വരും. അതുപോലെ തന്നെ 360 ഡിവൈഡഡ് ബൈ 40 എന്ന് പറഞ്ഞാൽ അവിടെ എത്ര വരും, അവിടെ 9 വന്നു. അപ്പൊ എ ഒരു ദിവസം 8 യൂണിറ്റ് വർക്ക് ചെയ്യും, ബി ഒരു ദിവസം 9 യൂണിറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോ ഇവർ രണ്ടുപേരും കൂടി ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും നോക്കാം. 8 + 9 ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 17 യൂണിറ്റ് വർക്ക് ചെയ്യും. അപ്പൊ 17 യൂണിറ്റ് ഇവർ എക്സ് ഡേയ്സ് വർക്ക് ചെയ്തു. നമുക്കറിയില്ല എയും ബിയും കൂടി ടുഗദർ എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പ്ലസ് ബാക്കിയുള്ള 23 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളത് ആരാണ്, ബി മാത്രമാണ്. ഇപ്പൊ 23 × 9 ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്തായി, ടോട്ടൽ വർക്ക് ആയില്ലേ, ദാറ്റ് മീൻസ് 360 ആയി. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, 17x + 23 × 9 ഓക്കെ, 23 × 10 എന്ന് പറഞ്ഞാൽ 230 ആണ്. 230ൽ നിന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു 23 കുറക്കുക, ദാറ്റ് മീൻസ് 207 ആണ്. ഈക്വൽ ടു 360. ഓക്കെ, 17x = 153 വന്നു. അങ്ങനെയാണെങ്കിൽ x = 9 ഒക്കെ ആണല്ലോ. എക്സിന്റെ വാല്യൂ 9 ആണ് ആൻസർ ആയിട്ട്, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അതായത് എയും ബിയും ടുഗദർ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 9 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് എ ലീവ് ചെയ്തിട്ട് ബി ഒറ്റയ്ക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.